യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. രാജവേ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സഭ കൃപാലുവായിരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിൽ മരിക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന മഹാകരുണയ്ക്കായിട്ട്, കർത്താവിന്റെ കൃപയ്ക്കായിട്ട്, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എത്ര പേര് ഈ രാത്രി പൽക്കാലം സ്തോത്ര കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നുണ്ട്. നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. നാം ആയിരുന്നതും ആകുന്നതും ഇനി ആകാൻ പോകുന്നതെല്ലാം ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമായിരിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം ഒന്നിനും ഒരു മുടക്കം വരുത്താതോണം ക്രിസ്തുയേശുവിൽ നമ്മെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവത്തോടെ വഴി നടത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ തനിച്ചല്ല ജീവിതയാത്രയിൽ കർത്താവ് കൂടെയുണ്ട്. വാക്കുമാറാത്ത കർത്താവ്, അതേ സ്തോത്രം, നമ്മെ കൈവിടാത്ത കർത്താവ് കൂടെയുണ്ട്. നമ്മെ കരം പിടിച്ച് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയത്തിലും ഉറപ്പോടും ധൈര്യത്തോടും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. ആമേൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിനെ സഹിച്ച യേശു കർത്താവിനെ നോക്കി നാം യാത്ര ചെയ്ത നാം തളർന്നു പോകുകയല്ല. ഈ പ്രഭാതത്തിൽ സ്തോത്രം. പലപ്പോഴും നാം ക്ഷീണിച്ചു പോകുന്നുണ്ടായിരിക്കാം, തളർന്നു പോകുന്നുണ്ടായിരിക്കാം, ജീവിതയാത്രയിൽ നിരാശകൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ക്രൂശിനെ സഹിച്ച യേശു കർത്താവിനെ നോക്കി നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെ ഏത് മധ്യത്തിൽ കൂടി കടന്നുപോയാലും പ്രിയ ദൈവ പൈതലെ, നീ തളർന്നു പോകുകയല്ല. നീ പ്രത്യാശയോടെ നീ മുന്നേറി വരുവാനായിട്ട് ഇടയായിത്തീരും. നാം മനുഷ്യരിലേക്ക് നോക്കിയാൽ നാം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. നാം തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. അതേ, നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നാം ക്ഷീണിച്ചു പോകാം. നാം നമ്മിലേക്ക് തന്നെ നോക്കിയാൽ നാം ക്ഷീണിച്ചു പോകാം. പക്ഷേ നാം ക്രൂശിനെ സഹിച്ച കർത്താവിനെ, അതേ സ്തോത്രം, നോക്കിക്കഴിഞ്ഞാൽ നാം ക്ഷീണിച്ചു പോകിയല്ല. നാം ബലപ്പെട്ടിരിക്കുവാനായിട്ടിടയത്തിരും, ധൈര്യപ്പെട്ടിരിക്കുവാനായിട്ടിടയത്തിരും, നാം ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ടിടയത്തിരും, നാം വിജയത്തിലേക്ക് എത്തുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഒരു ലക്ഷ്യസ്ഥാനം വച്ചാണ് നീ മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ, ഒരു വിജയത്തിന്റെ അനുഭവത്തിൽ എത്തണമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നീ യാത്ര ചെയ്യുന്നുവെങ്കിൽ, പ്രിയതേ മക്കളെ, മനുഷ്യരിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട്, ചുറ്റുപാടിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട്, നാം നമ്മിലേക്കുള്ള നോട്ടത്തെ മാറ്റിയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ഓടുക. അതേ, ക്രൂശിനെ സഹിച്ച കർത്താവിനെ നോക്കി യാത്ര ചെയ്യുക. കർത്താവ് നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം. അതേ സ്തോത്രം. ലാസ്റ്റ് ഭാഗത്ത് കാണുന്നു, ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവിടെ ഇരിക്കണമെങ്കിൽ യേശു കർത്താവ് കടന്നുപോയ പ്രോസസ്സിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷത്തെ ഓർത്തു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ കഷ്ടത കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. നമുക്കൊരു സന്തോഷത്തിന്റെ ദിനം ഉണ്ട് എന്ന് ഓർത്ത്, സന്തോഷത്തിന്റെ നല്ല നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം മുന്നോട്ട് ധൈര്യത്തോടെ പോകുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്ര. ഈ കഷ്ടത കൊണ്ട് ഞാൻ ഇവിടെ തീരും, ഈ കഷ്ടത എന്റെ അവസാനമാണ്,
നാൾ ഇത് പറയാതെ ഒരു പ്രത്യാശ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനത്തിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം എന്ത് ചെയ്യണം? അതിൽ സന്തോഷിക്കുവാനാണ് തിരുവചനത്തിൽ കാണുന്നത്. റോമർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്ന ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടതകളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. കഷ്ടതകളിലും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് കഴിയണം. സ്തോത്രം. കാരണം ഓരോ കഷ്ടതയിൽ കൂടി കർത്താവ് നമ്മെ കടത്തിവിടുന്നത് നമ്മെ തളർത്തി കളയുവാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മെ എത്തിക്കുവാനാണ്. സ്തോത്രം. പലപ്പോഴും നാം ചിന്തിച്ചിരിക്കാം, ആർക്കുമില്ലാത്ത കഷ്ടതയോ എന്റെ ജീവിതത്തിൽ. അതേ സ്തോത്രം. ഒന്നിനും പിറകെ ഒന്നായി, ഒന്നിപ്പോ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അടുത്തൊരു കഷ്ടത. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. നിന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുവാൻ അത്രേ. സ്തോത്രം. യേശു കർത്താവിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്ര. ഓരോ പരീക്ഷ ഘട്ടങ്ങളെയും ഓരോ കഷ്ടതകളെയും യേശു കർത്താവ് ജയിച്ചതിന്റെ മാതൃക നമുക്ക് കർത്താവിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്ര. ഓരോ ഘട്ടങ്ങളിൽ ജയിച്ചു കയറുമ്പോൾ അടുത്തൊരു ഘട്ടം എന്നതുപോലെ യേശു കർത്താവിന്റെ ജീവിതത്തിൽ പരീക്ഷകളും കഷ്ടതകളും ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അതിനകത്തൊക്കെയും യേശു കർത്താവ് പരാജയപ്പെട്ടില്ല. യേശു കർത്താവ് ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള കർത്താവിൽ നാം ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ശക്തിയുടെയും സ്നേഹത്തിന്റെയും കൃപയുടെയും കരുണയുടെയും സഹായത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശു കർത്താവിൽ നാം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളിലും പരിശോധനകളിലും പരീക്ഷഘട്ടങ്ങളിലും സ്തോത്ര തക്ക സമയത്ത് ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും നമ്മുടെ മേൽ പകർന്നു തന്ന് നമ്മെ ജയിപ്പിച്ച് കയറ്റുവാനായിട്ടിടയെത്തി. സ്തോത്രം. നാം തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നാം പരാജയപ്പെട്ടു പോകാൻ ഇടയാക്കത്തില്ല. അതേ സ്തോത്രം. നാം നിരാശപ്പെട്ടു പോകുവാൻ ഇടയാക്കത്തില്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്താ? മഹത്വപൂർണനായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. പ്രിയതേ മക്കളെ, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് മഹത്വപൂർണനായ ക്രിസ്തുവത്രേ. നാം എന്തിനാ ഭയപ്പെടണം? നാം എന്തിനാ ആകുലപ്പെടണം? നാം എന്തിനാ നിരാശപ്പെടുന്നത്? സ്തോത്ര. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ടിടയെത്തിന. ആ ക്രിസ്തുവിന്റെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയെത്തിന. ഇവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് ഹല്ലേലൂയ അവൻ അപമാനം അലക്ഷ്യമാക്കി. പ്രിയ ദൈവമക്കളെ സ്തോത്ര. ചിലതിനൊക്കെ ഈ ദിവസങ്ങളെ നാം അലക്ഷ്യമാക്കിക്കൊണ്ട് സ്തോത്ര നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു സന്തോഷത്തെ നാം ഓർക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിലുള്ള ഓട്ടം നിനക്ക് വിശ്വസ്തയോടെ ഓടുവാനായിട്ടിടയത്തില്ല. നിന്റെ ലാക്കിനെ തെറ്റിക്കുന്നതായ, അതെ നിന്റെ വിരുദിനെ തെറ്റിച്ച് കളയുവാനായിട്ട് കടന്നു വരുന്ന ചിലതിനേക്ക് നീ വെറുതെ ചവറന്ന് പറഞ്ഞ് കളയുവാനായിട്ടിടയായിത്തീരണം. അതിനെ നീ ശ്രദ്ധിക്കുവാനായിട്ട് പോയാ, അതിന് നീ മറുപടി പറയുവാനായിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ഓട്ടത്തിന്റെ വിരുദ് തെറ്റിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. യേശു കർത്താവ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ അപമാനം അലക്ഷ്യമാക്കി. സ്തോത്ര. ഹല്ലേലൂയ. ക്രൂശിനെ സഹിച്ചു. ഹല്ലേലൂയ. ചിലതൊക്കെ സഹിച്ചാൽ മാത്രമേ പ്രിയ ദൈവമക്കളെ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെന്ന് പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലതൊക്കെ സഹിച്ചാൽ മാത്രമേ സ്തോത്രം നമുക്ക് ചിലത് പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോസ്തലൻ എബ്രായർ ലേഖനകർത്താവ് ലേഖനത്തിൽ തന്നെ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒത്തിരി വിശ്വാസ വീരന്മാരുടെ പട്ടിക തന്നെ അവിടെ എഴുതി വച്ചിരിക്കുന്ന കാണുവാൻ സാധിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്തവരെ പറ്റി പറയുന്നുണ്ട്, ചെങ്കടൽ കടന്നവരെ പറ്റി പറയുന്നുണ്ട്, പല കാര്യങ്ങളും, ഒത്തിരി കാര്യങ്ങൾ, അത്ഭുതങ്ങൾ അവിടെ 34 കാര്യങ്ങളാട്ടെ അവിടെ നമുക്ക് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകന്മാരിൽ കൂടി ചെയ്തത് ഇതെല്ലാം നമുക്കവിടെ കാണുവാൻ സാധിക്കുമ്പോഴും അവരെ ആരെയും നോക്കി ഓടുവാനായിട്ട്, അവരാരെയും നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിട്ടില്ല. സ്തോത്രം.
കാരണം എന്താ? അവിടെ വചനത്തിൽ അതിന്റെ 11:39 ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അവർ എല്ലാവരും വിശ്വാസത്തെ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. സാക്ഷ്യം ലഭിച്ചു പ്രിയതേ മക്കളെ, സ്തോത്രം. പക്ഷെ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. പ്രിയതേ മക്കളെ, വാഗ്ദത്ത നിവർത്തി പ്രാപിക്കണമെങ്കിൽ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് സകലതും നിവർത്തിയായെന്ന് പറഞ്ഞ് പിതാവിന്റെ കരത്തിൽ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ച യേശു കർത്താവിനെ നോക്കി തന്നെ നാമിൽ നിങ്ങൾ ഓടേണ്ടതായിട്ട് ഉണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. നമ്മുടെ വിരുദ്ധ തെറ്റിക്കുന്ന ഒന്നിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉടക്കി പോകരുത്. സ്തോത്ര. നമ്മുടെ വിരുദിനെ തെറ്റിക്കാൻ ഒന്നിലേക്ക് നമ്മുടെ കാലുകൾ എടുത്തു വയ്ക്കുവാനായിട്ട് ഇടയായി തീരത്തെ. ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, അനേകം പേരുടെ വിരുദ്ധകൾ തെറ്റിക്കൊണ്ടിരിക്കുമ്പോ, അനേകം പേരുടെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോ, സ്തോത്ര, വിരുദ്ധ തെറ്റാത്ത, ലക്ഷ്യം തെറ്റാത്ത, കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന, വചനത്തിനകത്ത് വേരൂന്നി നിൽക്കുന്ന ചിലതിനെ കർത്താവ് നോക്കിയ, സ്തോത്ര, ഹല്ലേലൂയ, ചിലതിനെ ഉറപ്പിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. പ്രിയ മക്കളെ, യേശു കർത്താവിനെ സ്വന്തം പിതാവ് തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഒരു കരുതല. സ്തോത്രം. നാം ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, നാം ആരും നശിച്ചു പോകാതിരിക്കുക. സാക്ഷ്യം ലഭിച്ചവർക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ പോയപ്പോ ആ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ആകാതിരിക്കേണ്ടതിനായിട്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന മുൻകരുതിയ ഒരു കർത്താവ്. സ്തോത്രം. ആ കരുതലിനെ നാം അവഗണിച്ചു കളയരുത്. ആ കരുതിയ കർത്താവ് തന്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്നു. ആ കർത്താവ് എവിടെ? കർത്താവിനെ പറ്റിയാ പറഞ്ഞത്. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷത്തെ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഹല്ലേലൂയ. കഷ്ടത സഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പക്ഷേ പ്രിയ മക്കളെ, സഹിച്ചു വരുന്നവർക്ക് വേണ്ടിയാ ദൈവം ചിലത് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം ഒരു പ്രാപിക്കും. സ്തോത്രം. അപ്പൊ ചിലത് സഹിച്ചാൽ മാത്രമേ ചിലത് പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്ര. റോമർക്കെതിരെ ലേഖനത്തിൽ ഞാൻ വായിച്ചതുപോലെ കഷ്ടത സഹിഷ്ണുത ആ ഒരു ഘട്ടത്തിലേക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മെ കടത്തിവിടുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ വിളിയെ നാം മനസ്സിലാക്കണമെന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മെ എന്തിന് ദൈവം വിളിച്ചു, ആ വിളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ ഒരു ഓട്ടത്തിലേക്ക് നമുക്ക് ഓടുവാനായിട്ടുള്ള കഴിയത്തുള്ളൂ. സ്തോത്രം. നമ്മെ വിളിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠകരമായ വിളിയെപ്പറ്റി, ആ പദവിയെപ്പറ്റി, ഹല്ലേലൂയ, നാം മനസ്സിലാക്കി ഓടണം എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ഇതേ ലേഖനത്തിൽ കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശ്രേഷ്ഠകരമായ വിളിയെ മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പ്രിയതേ മക്കളെ, പിടിച്ച ഒരാളെ ഉള്ളൂ യേശു കർത്താവ്. തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് എഴുതി പുളിസ്റ്റപ്പെട്ടത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എനിക്ക് അത് പിടിക്കാമോ എന്ന് വച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സ്തോത്രം. പ്രിയ മക്കളെ, സ്തോത്രം. നാം ആരും ഒന്നുമായിട്ടില്ല, അതിലേക്ക് ഓടുകയാ. സ്തോത്രം. അതിനെ പിടിക്കാമോ എന്ന് വച്ച് ഇവിടെ ഇത്രയൊക്കെ കഷ്ടത സഹിച്ച പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പിടിച്ചു എന്നല്ല. സ്തോത്രം. അതിനെ പിടിക്കാമോ എന്ന് വച്ച്, സ്തോത്രം, പിന്തുടരുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതം ക്രിസ്തീയ ലൈഫ് വെറുതെ കളയുവാനായിട്ടുള്ളതല്ല, ഈ ലോക ജീവിതം കൊണ്ട് തീർക്കുവാനായിട്ടുള്ളത് അല്ല. സ്തോത്രം. ഒരു നിത്യതയുണ്ട്, ഒരു നിത്യ തേജസ്സുണ്ട്. ഈ ലോകത്തിലെ കഷ്ടതയും വേദനയും ഒക്കെ എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു തേജസ്, ഒരു മാനം, ഒരു പുകഴ്ച, ഒരു ബഹുമാനം നിനക്കുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതിന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ അണിയിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് നാം ലക്ഷ്യം തെറ്റാതെ ഓടുവാനായിട്ട് ഇടയായി തീരണം. ഇവിടെ കാണുവാൻ സാധിക്കുന്ന സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല.
നമുക്കെല്ലാമായി എന്ന് നാം ചിന്തിക്കരുത്. സ്തോത്രം. നാം ഒന്നുമായിട്ടില്ല. സ്തോത്രം. പിടിക്കാമോ എന്ന് വിചാരിച്ച് അതേ സ്തോത്രം പിന്തുടരുന്നേ ഉള്ളൂ എന്ന് പൗലോസ് പറഞ്ഞു. പറഞ്ഞ് ഞാൻ നിരൂപിക്കുന്നില്ല. അടുത്ത് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവി ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രിയതേ മക്കളെ, ആ കഷ്ടത സഹിച്ച കർത്താവിനെ നാം നോക്കി ഓടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട്. സ്തോത്രം. എന്ത് ചെയ്യണം? മുൻപിലുള്ളതിനെ ആയണം, പിൻപിലുള്ളതിനെ നാം എന്ത് ചെയ്യണം? മറന്നു കളയണം. നാം വിട്ടേച്ച് വന്നതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. സ്തോത്രം. അതിവിടെ വചനത്തിൽ വ്യക്തമായി പറയും. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. അപ്പൊ മുമ്പിൽ എന്താണ് വച്ചിരിക്കുന്നത്? ഒരു സന്തോഷം. അതാ യേശു കർത്താവ് മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം. ആ സന്തോഷത്തെ പ്രാപിക്കാൻ വേണ്ടി ഒരു ആഞ്ഞ് നമ്മൾ ഓടണം. സ്തോത്രം. വയ്യ, കഷ്ടതയാണ്, നിരാശയാണ്, ഭാരമാണ്, രോഗമാണെന്ന് പറഞ്ഞ് ഇരിക്കുവാനല്ല, നമുക്ക് പറയുന്നു, വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞു ഓടണം. സ്തോത്ര. ഹല്ലേലൂയ. ഈ പകൽക്കാലം എവിടെയെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തളർന്നിരിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമാക്കട്ടെ. പ്രിയതേ മക്കളെ, നമ്മൾ ആഞ്ഞോടണം. പിൻപിലുള്ളതിനെ നാം മറക്കണം, മുൻപിലുള്ളതിനെ ഓർക്കേണ്ട, പിന്നിലുള്ളതിനെ നീ മറന്നു കളയാൻ തിരുവചനത്തിൽ പറയും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതേ പുതിയതിനെ ചെയ്യുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം പണ്ടുള്ളതിനെ ഓർക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ നാം പണ്ടുള്ളതിനൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് നാം മുമ്പിൽ വച്ചിരിക്കുന്നതിനെ, ഇവിടെ വചനത്തിൽ പറയുന്നു, മുൻപിലുള്ളതിനെ ആഞ്ഞ്. മുൻപിൽ എന്തെന്നാ യേശു കർത്താവ് പറയും? മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം. ഈ ലോകത്ത് നിനക്ക് ചിലപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അല്പം സന്തോഷിക്കുമ്പോൾ നിനക്ക് കരച്ചിന്റെ അനുഭവം വരുന്നുണ്ടായിരിക്കാം, കഷ്ടത വരുന്നുണ്ട്. പക്ഷേ മുമ്പിൽ വച്ചിരിക്കുന്ന ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആ പിതാവിനോട് കൂടെയുള്ള ഒരു വാസം. ഹല്ലേലൂയ. അവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നത് പോലെ നിനക്ക് കർത്താവിന്റെ സന്നിലായിരിക്കണമോ? പ്രിയതേ മക്കളെ, നീ മുമ്പിലുള്ളതിനെ, അതേ സ്തോത്രം, അവിടെ കാണുന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് അവിടെ കാണുന്നു ക്രിസ്തു യേശുവി ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നിന്നെ എന്തിനാണ് വിളിച്ചത്? ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക്, അതെ ആ ഓട്ടത്തിലേക്ക് നീ ഓടി എത്തുവാനായിട്ട് ഇടയായി തീർണം. അതുകൊണ്ട് ആ സ്തോത്രം 3-11 വാക്യത്തിൽ പറയുന്നു, അവന്റെ കഷ്ടാനുഭവം കൂടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. പ്രിയ ദൈവ പൈതലേ, യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് വചനത്തിൽ കാണുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. ഈ ലോകം നിന്റെ മുമ്പിൽ വച്ച് കാണിക്കുന്ന ഓരോന്ന് ചവറാണ്. പ്രിയ മക്കളെ, നമുക്കറിയാം ചവറ് നമ്മുടെ ഭവനത്തിനകത്ത് ഒരിക്കലും നമ്മളത് കൂട്ടിവെക്കാനായിട്ട് ഇടയാകത്തില്ല. ഒത്തിരി ചവറാകുമ്പോൾ നാം എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുവന്ന് വയ്ക്കുവാനായിട്ട് ഇടയത്തിരും. അവിടെയും വയ്ക്കില്ല. അവിടെയും വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് തീയിട്ട് കത്തിച്ച് കളയുവാനായിട്ട്, വിചാരമാക്കി കളയുവാനായിട്ട് ഇടയത്തിരും. അങ്ങനെ ഈ ലോകം നമുക്ക് മുമ്പിൽ തരുന്നതൊക്കെയും വിചാരമായി പോകേണ്ടതാണ്, തീയിൽ കത്തിപ്പോകുന്നതാണ്. തീയിൽ കത്തിപ്പോകാത്ത നല്ലതായി പുറത്തു വരണമെങ്കിൽ, നമ്മുടെ ഫലം നിലനിൽക്കണമെങ്കിൽ, ആ തീയിൽ അത് വെന്തു പോകാതെ ഇരിക്കണമെങ്കിൽ നാം മുൻപിലുള്ളതിനെ പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ഓടണം. സ്തോത്രം. ചില ചവറുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ അതാണ് നല്ലതെന്ന് പറഞ്ഞ് നമ്മുടെ ലാക്കിനെ തെറ്റിക്കുവാൻ ശത്രുവാകുന്നവൻ ചില ചവറുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മുടെ വിരുദ്ധകളെ തെറ്റിക്കുവാനായിട്ട്, നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുവാനായിട്ട്. പക്ഷേ നമ്മുടെ നോട്ടം അതിലേക്കാകരുത്, നമ്മുടെ കാലുകൾ അതിൽ ഉടക്കി പോകരുത്. അതിനെ ചവറന്ന് എണ്ണിക്കണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പരമവിളിയുടെ അതേ സ്തോത്രം വിരുദ്ധനായ ലാക്കിലേക്ക് ഓടുവാ നമ്മെ തന്നെ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയദേവ സ്തോത്രം. ലക്ഷ്യം തെറ്റിപ്പോകരുത്. സ്തോത്രം. വിരുദ്ധം മാറിപ്പോകാനായിട്ട് ഇടയായി തീരരുത്. സ്തോത്രം.
നാം ഓടുവാനായിട്ട് ഇടയായി തീർന്നാം. ഏകാഗ്രതയോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് നാം എന്ത് ചെയ്യുന്നു? ഒരു ഓട്ടക്കാരനെ പോലെ നാം ഓടണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ പൗലോസ് പറയുന്ന ഒരു കാര്യം, പറയുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, പൗലോസിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു. സ്വർഗീയ മഹത്വത്തിന്റെ ഒരു ഭാഗിക ദർശനം അവൻ പ്രാപിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? പ്രാപിക്കണം എന്നുള്ളതായിരുന്നു. ഈ കാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്ര ഹല്ലേലൂയ. അതെ, അതിനായിട്ട് നാം ചെയ്യേണ്ടതുണ്ട്. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞ് ഓടുവാനായിട്ട് ഇടയായി തീരണം. അവിടെ അങ്ങനെ ഓടി എത്തുവാനായിട്ട് ഇടയായി തീരുമ്പോൾ നമുക്ക് എത്തേണ്ടടുത്ത് എത്തുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ വചനത്തെ വായിച്ച ഭാഗത്ത് കാണുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവിനെ നോക്കുക. സ്തോത്രം. നമുക്ക് നോക്കാൻ ഒരാളുണ്ട്. സ്തോത്രം. ആ യേശു കർത്താവിനെ മാത്രം നോക്കി യാത്ര ചെയ്യാനാ പറഞ്ഞത്. സ്തോത്രം. ചുറ്റുപാടും നോക്കിയല്ല, നമ്മുടെ മുമ്പിൽ ആരോടുന്നു അത് നോക്കിയല്ല. സ്തോത്രം. നമ്മുടെ മുമ്പിൽ ഓട്ടമോടി പൂർത്തീകരിച്ച യേശു കർത്താവിനെ നോക്കി നാം ഓടേണ്ടതായിട്ട് ഉണ്ട്. ആ യേശു കർത്താവ് ചെയ്ത കാര്യം, തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത്, ഹല്ലേലൂയ, അതെ, അതൊരു ഓർത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടെ കാണുന്നു, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ജീവിതത്തിൽ കഷ്ടതകൾ കാണും, പ്രയാസങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ ജീവിതം അതിനകത്തൊടുങ്ങൽ പൗലോസ് പറഞ്ഞതുപോലെ അതൊക്കെ ചവറന്ന് എണ്ണിക്കൊണ്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക് ഉള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാനും നിങ്ങളും ഓടുവാൻ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇനി ആ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, അതിൽ പ്രിയം വച്ചിരിക്കുന്ന സകലർക്കും തന്നെ എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. ഒരു ദിവസമുണ്ട്, ആ ദിവസത്തെ ദൈവം നമുക്ക് അതൊക്കെ തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യേക പ്രിയം വച്ച് ഏവർക്കും കൂടെ തന്നെ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ക്രൂശിനെ സഹിച്ച യേശു കർത്താവിന്റെ നോക്കി നാം യാത്ര ചെയ്യുന്നെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ തളർന്നു പോകുകയല്ല, നീ ക്ഷീണിച്ചു പോകുകയല്ല, നിന്റെ ഓട്ടം തെറ്റിപ്പോകുകയല്ല, നീ എത്തേണ്ടടുത്ത് എത്തുവാനായിട്ടിടയത്തിരും. അതിനു വേണ്ട ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സമാധാനവും കർത്താവ് നിന്റെ മേൽ പകരുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ സ്തോത്ര കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. കഷ്ടതയാണ്, നിരാശയാണ് എന്ന് തീരും കർത്താവേ. എന്റെ കഷ്ടത എന്ന് ഓർക്കുമ്പോഴും പറയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നിന്നെ അറിയുന്ന, നിന്റെ സങ്കടത്തെ അറിയുന്ന, നിന്റെ കഷ്ടപ്പാടിനെ അറിയുന്ന യേശു കർത്താവിനെ നോക്കി നീ മുന്നോട്ട് യാത്ര ചെയ്യേ. യാത്രയുടെ മധ്യത്തിൽ നീ ക്ഷീണിച്ചു പോകാതെ നിനക്ക് വേണ്ട ബലം തന്ന്, നിനക്ക് വേണ്ട ശക്തി തന്ന്, നിങ്ങൾക്ക് വേണ്ട സഹായത്തെ തന്ന് ദൈവം നിന്നെ മുന്നോട്ട് എത്തിക്കുവാനായിട്ടിടയെത്തിരും. നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന കർത്താവ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ താങ്ങുമെന്ന് അറിയിച്ചതാ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നാം കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്നവയ്ക്ക് പ്രിയ ദൈവ പൈതലെ, നീ ഒരിടത്തും തകർന്നു പോകുവാൻ, നിന്റെ പരാജയം കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തെ എന്റെ ദൈവം നിനക്ക് ജയം തന്ന് മാനിക്കുവാനായിട്ടിടയത്തില്ല. നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയത്തില്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ക്രൂശിനെ സഹിച്ച യേശു കർത്താവിനെ നോക്കി നാം യാത്ര ചെയ്യുക. തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മുമ്പാകെ ഓട്ടമോടി തികച്ച യേശു കർത്താവിനെ നോക്കി ഓടുക, ക്രൂശിനെ സഹിക്കുകയും തന്റെ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ചിലത് സഹിച്ച് കർത്താവെ ചിലയിടത്ത് ഇരിക്കുവാൻ ദൈവം കൃപ നൽകണമേ. അപ്പൊ അതിനായി പിന്നിലുള്ളതിനെ മറന്ന്
മുന്നിലുള്ളതിനെ ഓർത്ത് കർത്താവെ ഓടുവാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും വേദനയുടെ മധ്യത്തെ ക്ഷീണിച്ചു പോകാതെ കഷ്ടത സഹിച്ച കർത്താവിനെ നോക്കി ഓടുവാൻ, കഷ്ടതയിലും പ്രശംസിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന അങ്ങയുടെ ജനത്തെ കർത്താവ് വിടുവിക്കണമേ. ഈ വചനം അവരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, ബലമായി തീരുവാൻ, ധൈര്യമായി തീരുവാൻ, ഈ വചനത്തിന്റെ ശക്തി അനേകം പേർക്ക് മുന്നോട്ട് ഓടുവാനായിട്ടുള്ള ഒരു പ്രചോദനമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്ക്. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.